മലപ്പുറം മങ്കട വലമ്പൂരിൽ യുവാവിന് നേരെ ആൾക്കൂട്ടാക്രമണം. കരുവാരക്കുണ്ട് സ്വദേശി ഷംസുദ്ദീൻ 1 മണിക്കൂറോളം റോഡിൽ രക്തം വാർന്നു കിടന്നു. സ്കൂട്ടർ റോഡിൽ സഡൻ ബ്രേക്ക് ഇട്ടത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം എന്നാണ് സൂചന. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. വിപിൻ, വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. നടുറോഡിൽ ഒരു യുവാവ് 1 മണിക്കൂറോളം രക്തം വാർന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തയാണ്. എന്താണ് ഈ തർക്കത്തിന് കാരണം, ഈ ആൾക്കൂട്ട മർദ്ദനത്തിന് കാരണം? ഈ പരിക്കേറ്റ ഷംസുദ്ദീന്റെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട്? വിവരങ്ങൾ എന്താണ് വിപിൻ സി വിജയൻ? റിജിത്ത്, ഞായറാഴ്ച വൈകിട്ട് ഒരു മരണ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുകയായിരുന്നു കരുവാരക്കുണ്ട് സ്വദേശിയായിട്ടുള്ള ഷംസുദ്ദീൻ. അപ്പോൾ ഷംസുദ്ദീൻ ഈ വലമ്പൂർ മേഖലയിലൂടെ വരുമ്പോൾ മുന്നിൽ ഉണ്ടായിരുന്ന സ്കൂട്ടർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ഈ സഡൻ ബ്രേക്ക് ഇട്ടത് ചോദ്യം ചെയ്തതാണ് ഒരു പ്രകോപന കാരണം. അപ്പോൾ എന്തിന് സഡൻ ബ്രേക്ക് ഇട്ടു എന്ന് സാധാരണഗതിയിൽ റോഡിലുണ്ടാവുന്ന ഒരു തർക്കം മാത്രമാണ്. അതിനുശേഷം ഷംസുദ്ദീൻ യാത്ര തുടർന്നപ്പോൾ ഈ സ്കൂട്ടറുകാരൻ വണ്ടി ക്രോസ് ആയിക്കൊണ്ടേ ഇടുകയായിരുന്നു. അങ്ങനെ വിലങ്ങിട്ടതിന് ശേഷം ദേഷ്യപ്പെടുകയായിരുന്നു. ഒപ്പം തന്നെ ഈ സ്കൂട്ടറിലുള്ള ആൾ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളെ വിളിച്ചു വരുത്തുകയും ചെയ്തു ഫോണിൽ. അങ്ങനെ വന്ന ആൾ പെട്ടെന്ന് തന്നെ ഈ ഷംസുദ്ദീനെ മർദ്ദിക്കുകയായിരുന്നു. കാരണം ഒന്നും ചോദിക്കാതെ തന്നെ ഷംസുദ്ദീനെ മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് അത് ഒരാളായി, രണ്ടാളായി, അങ്ങനെ കുറേ ആളുകളെ വിളിച്ചു വരുത്തി. ഈ വന്ന ആളുകളെല്ലാം തന്നെ കൂട്ടമായി ഷംസുദ്ദീനെ മർദ്ദിച്ചു എന്നുള്ളതാണ് മങ്കട പോലീസിൽ നൽകിയിട്ടുള്ള പരാതി ഉള്ളത്. ഷംസുദ്ദീനെ കാണുമ്പോൾ തന്നെ കണ്ണിൻ്റെ സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇടത് കണ്ണിനാണ് പരിക്കേറ്റിരിക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ദണ്ടടക്കം ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ പരാതി ഉള്ളത്. ഒപ്പം ഏകദേശം ഈ 1.5 മണിക്കൂറോളം റോഡിൽ കിടക്കാനുണ്ടായ ഒരു സാഹചര്യം, അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ, അപ്പോൾ ഈ നാട്ടുകാരൊക്കെ കൂടുമ്പോഴും മദ്യപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലഹരിയുടെ പുറത്താണ് ഇയാൾ ഈ നാട്ടിൽ വന്ന അസ്വസ്ഥതയുണ്ടാക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഘം ചേർന്ന് മർദ്ദിച്ചവർ പറഞ്ഞ് പരത്തുകയും ചെയ്തത്. അതോടുകൂടി തന്നെ മറ്റാരും തന്നെ സഹായിക്കാതായി, വെള്ളം പോലും കൊടുക്കാതെയാണ് ഈ 1.5 മണിക്കൂർ ആ പ്രദേശത്ത് തന്നെ കിടക്കേണ്ടി വന്നത്. കരുവാരുകുണ്ടിൽ നിന്ന് ഇയാളുടെ സുഹൃത്തും ബന്ധുക്കളും എത്തിയതിനു ശേഷമാണ് ആശുപത്രിയിലെങ്കിലും എത്തിക്കാൻ ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമാണ് നടന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ വിപിൻ ഇതിനോടകം? അതെ, മങ്കട പോലീസ് ഇതിനോടകം തന്നെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയാണ് കൂട്ടമായി മർദ്ദിച്ചതിനടക്കം കേസെടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം, അതായത് ആ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന സഡൻ ബ്രേക്ക് ഇട്ട അയാളുടെ പേര് ഷഫീഖ്, വലമ്പൂർ സ്വദേശി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 8 പേർക്കെതിരെ ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുണ്ട് മങ്കട പോലീസ്. അതിന്റെ അന്വേഷണം ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്.